ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് നമുക്ക് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 3 നേന്ത്രപ്പഴമാണ്. അപ്പോൾ തൊലിയൊക്കെ കറുത്തിട്ട് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പഴമൊക്കെ ഒന്ന് നുറുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിലോട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കി വെക്കാം. കുറച്ച് വളരെ കുറവ് മാത്രം മധുരമാണ് ചേർക്കുന്നുള്ളൂ. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലവർക്കൊക്കെ കൂടുതൽ മധുരം ഇഷ്ടമുണ്ടാവും. ഇവിടെ ഇപ്പം അധികം മധുരം ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വളരെ കുറവ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ തയ്യാറാക്കി വരുമ്പോഴേക്കും നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ബൗളോളം അവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 ബൗളും കൂടെ അവിൽ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴാണ് കേട്ടോ നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ ആ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒക്കെ അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വേവിച്ച് നല്ലവണ്ണം വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വഴറ്റി എടുക്കാം. നല്ല കട്ടയായിട്ട് നമുക്കിതിങ്ങനെ റോസ്റ്റ് ചെയ്ത ഒരു പരുവം ഉണ്ടാവില്ലേ, അതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ. അപ്പം നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ പഴമൊക്കെ അതിൽ കിടന്ന് പഴവും അവിലും ഒക്കെ ആ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഈ ഒരു രൂപത്തിലാവുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നാളികേരം ചിരകാനുള്ള മടി കൊണ്ട് നാളികേരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നാളികേരം കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ. അപ്പം നമ്മുടെ അവിലും ശർക്കരയും പഴവും ഒക്കെ ഇതുപോലെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് ആയി കിട്ടാനായിട്ട്. ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മളിതാ 1/4 കപ്പോളം അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതാ നന്നായിട്ട് മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വല്ലാതെ ലൂസിലായിട്ട് മാവ് തയ്യാറാക്കരുത് കേട്ടോ. നമ്മൾ മാവൊക്കെ തയ്യാറാക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കലക്കി എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കട്ട കുത്തിയിട്ട് ഇങ്ങനെ മണിമണിയായിട്ട് നമുക്ക് ഈ മാവ് കിട്ടും കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാവ് റെഡിയാക്കുക. അപ്പം നമ്മുടെ മാവ് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. വല്ലാതെ വെള്ളം കൂടി പോകരുത് കേട്ടോ. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സില്ലേ, പഴവും അവിലും ചേർത്തിട്ടുള്ള ശർക്കരയൊക്കെ കൂട്ടിയിട്ടുള്ള ആ മിക്സ്, അതൊന്ന് ഇതുപോലെ ഇനി നമുക്ക് ഇതുപോലെ ഈ മാവിൽ നിന്നും ആ ഉരുളകൾ ഓരോന്നായിട്ട് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ആ മാവിൽ മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവിൽ മുക്കിയിട്ടുള്ള ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ബോൾസും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇട്ട വഴിക്ക് തന്നെ മറിച്ചിടാൻ നോക്കരുത്. നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം മാത്രം, ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മാത്രം അപ്പുറത്തെ ഭാഗം നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു ഭാഗം ആയി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ അപ്പുറത്തെ ഭാഗം കൂടെ മുരിയാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അപ്പുറത്തെ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പം നമ്മുടെ 3 ചേരുവകൾ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ട്രിപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സ്പൂൺ കൊണ്ടാണ് കോരി ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കയ്യിലൊക്കെ
ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ സ്പൂണ് കൊണ്ട് നമുക്ക് ഈ ഉരുളകളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂണ് കൊണ്ട് നമുക്ക് എണ്ണയിൽ കോരി ഇടാം. അപ്പോൾ ചായയോടൊപ്പം കഴിക്കാനുള്ള അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്